نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين صدق الله العلي العظيم. അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിലെ തന്നെ സലഫു സ്വാലിഹുകളും പ്രവാചകന്മാരും സഹാബികളും ഒക്കെയുള്ള മഹോന്നതമായ പദവി ജന്നാത്തുൽ ഫിർദൗസ്, അവിടെ എത്തുന്ന കാര്യത്തിൽ, അത് നേടിയെടുക്കുന്ന കാര്യത്തിൽ സകല വിഷയങ്ങളിലും, ജീവിതവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിലും തഖ്വ പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഔറത്ത്, അള്ളാഹു നിശ്ചയിച്ച ഔറത്ത്, അത് കാണാൻ പാടില്ലാത്ത ആളുകൾക്ക് വെളിവാക്കപ്പെടുക എന്ന് പറയുന്നത് പുരുഷനെയും സ്ത്രീയെയും സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. അത് നോക്കി നിൽക്കുന്നതും ഹറാമാണ്. അത്തരം ഹറാമുകൾ, അതിൽ നിന്ന് നമ്മൾ മോചനം നേടുന്നില്ല എങ്കിൽ അതിൻ്റെ ദുരന്തര ഫലം വളരെ വലുതാണ് എന്ന് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ട പ്രാഥമികമായ കാര്യങ്ങളാണ്. നമുക്കറിയാം, സ്ത്രീകളുടെ വസ്ത്രം മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം ഔറത്താണ്. അതുമായി ബന്ധപ്പെട്ട ഹിജാബ് എന്ന വിഷയത്തിലെ വലിയ ചർച്ചയാണ് കഴിഞ്ഞ ആഴ്ചകളായിട്ട് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ചാനലുകൾ മുഴുവനും എന്ന് പറയാൻ പറ്റുന്ന വിധം ആ വിഷയത്തിൽ മുങ്ങി കുളിച്ച് കിടക്കുകയാണ്. കൊച്ചിയിലെ ഒരു സ്കൂൾ, ഹൈസ്കൂൾ, പള്ളുരുത്തി സെന്റ് റീത്താസ് എന്ന ഒരു ക്രൈസ്തവ സമൂഹം നടത്തുന്ന സ്കൂൾ, 13 വയസ്സുള്ള ഒരു കുഞ്ഞ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്, അതിനെ പുറത്താക്കപ്പെട്ട ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. സ്കൂൾ ദിവസം, സ്കൂൾ ഡേ സമയത്ത് ഹിജാബ് ധരിച്ചു. സ്കൂൾ സമൂഹത്തിലെ നാട്ടിലുള്ള ആളുകളൊക്കെ വരുന്ന സമയവുമാണ്. ആ പൊതുജനത്തിനിടയിൽ കുട്ടി ഹിജാബ് ധരിച്ചു. അത് പിടിക്കപ്പെടുകയും
കുട്ടിയെ വളരെ മാനസികമായി പീഡനത്തിന് വിധേയപ്പെടുകയും ഒക്കെ ചെയ്തു. കുട്ടി ഇനി ആ സ്കൂളിലേക്കില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വന്നപ്പോൾ രക്ഷിതാക്കൾ കുറച്ച് ആളുകൾ ചെന്ന് അന്വേഷിക്കുകയും അതൊരു വലിയ വിവാദമായി മാറുകയും ചെയ്തതാണ് വിഷയം. മാത്രമല്ല, സ്കൂൾ അധികൃതർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ വിഷയത്തിൽ. ഞങ്ങൾക്കതിന് അവകാശമില്ലേ? സ്കൂളിൽ മാനേജ്മെന്റ് സ്കൂൾ നടത്തുമ്പോൾ ആ സ്കൂളിലെ യൂണിഫോം നിർണയിക്കുവാൻ ആ സ്കൂൾ അധികൃതർക്ക് അതിന്റെ മാനേജ്മെന്റിന് അനുവാദമില്ല, അവകാശമില്ലേ? അതും ഈ അവകാശങ്ങളിലൊക്കെ മൗലിക അവകാശങ്ങളിൽ പെട്ടതല്ലേ എന്നൊക്കെ ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം നമ്മളൊന്ന് വികസിപ്പിച്ചാൽ അങ്ങനെ ഒരു അവകാശം എല്ലാ സ്കൂളുകളും വെച്ചു പുലർത്തുകയും അങ്ങനെ ഒരു സ്കൂളിലും ഇത്തരം ഇസ്ലാമികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫർളായ വസ്ത്രധാരണം സാധ്യമല്ലാതെ വരികയും ചെയ്താൽ എല്ലാവർക്കും ഉണ്ടല്ലോ അവകാശം, അവർക്ക് മാത്രമല്ലല്ലോ, അതെല്ലാ സ്കൂളുകളും അത് പുലർത്തി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വിശ്വാസം, അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കേണ്ടത്. മതേതര ഇന്ത്യയിൽ വളരെ ഗുരുതരമായ പാതകമായി അത് മാറുക തന്നെ ചെയ്യും. ഇസ്ലാമിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മതേതര മുഖം നഷ്ടപ്പെട്ടു പോവാൻ അത് കാരണമാവുക തന്നെ ചെയ്യും. മാത്രമല്ല, ഈ ചോദ്യം മറ്റു സ്കൂളുകളും ഇതുപോലെ ബാധകമാക്കി കഴിഞ്ഞാൽ, മറ്റു മതങ്ങളുടെ കാര്യത്തിലും ബാധകമാക്കി കഴിഞ്ഞാൽ, മുസ്ലിം സമുദായം നടത്തുന്ന മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകൾ അവരുടെ മതത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതും വേറൊരു ചോദ്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്രൈസ്തവ വേഷത്തെ കുറിച്ച് പറ്റില്ല, അതേപോലെ ഹൈന്ദവ കൊട്ടുതൊടലും അതുപോലുള്ള ഈ ശബരിമലക്ക് പോകുമ്പോഴുള്ള വസ്ത്രങ്ങളെ കുറിച്ചും, അതുപോലെ മുസ്ലിം സമൂഹത്തിന്റെ വേഷം തന്നെ ആയിരിക്കണം, ഹൈന്ദവ വിഭാഗവും തലമറക്കേണ്ടതുണ്ട് എന്നൊക്കെ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ രാജ്യത്തിന്റെ അവസ്ഥ? മാത്രമല്ല, ഈ സ്കൂളിന് തന്നെ ധൈര്യമുണ്ടോ ഹൈന്ദവ വേഷത്തിൽപ്പെട്ട ഏതെങ്കിലും പൊട്ടു തൊടാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു നിർദ്ദേശം നൽകുവാൻ? ഹൈന്ദവ വിശ്വാസങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഇവിടെ പറ്റില്ല എന്ന് പറയാൻ അവർ നടത്തുന്ന ഏതെങ്കിലും ഒരു സ്കൂളിൽ, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച്, അല്ലെങ്കിൽ വേറൊരു മുസ്ലിം സമൂഹമാണ്, മുസ്ലിം മാനേജ്മെന്റാണ് ഈ ചെയ്തതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു രീതിയും ഇവിടെ പറ്റുകയില്ല, ഏതെങ്കിലും ഒരു രീതിയാണെങ്കിൽ പോലും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊന്നും ആലോചിക്കാതെ വെറും ഫാസിസത്തിന്റെ അജണ്ടകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായി ഇറങ്ങി പുറപ്പെടുമ്പോൾ അത്തരം മാനേജ്മെന്റുകളുടെ പിന്നാമ്പുറത്ത് ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരം ആളുകൾ, മുഖംമൂടി ധരിച്ച കുറെ ആളുകൾ, മാനേജ്മെന്റുകളായാലും ശരി, അല്ല PTA കമ്മിറ്റി നേതാക്കന്മാരായാലും ശരി, അവരുടെ പിന്നാമ്പുറത്തുള്ള MLA മാരും മന്ത്രിമാരും ഒക്കെ ആണെങ്കിലും ശരി, അവരുടെ കാപ്പട്യത്തിന്റെ മുഖം മതേതര ഇന്ത്യയിൽ ഏറ്റവും വലിയ മതേതരവാദികളായി ഒരു ഭാഗത്ത് ബാധിക്കുകയും ഒരു പ്രത്യേക സമുദായത്തിൻ്റെത് മാത്രം നോട്ടമിട്ടുകൊണ്ട് ഫാസിസ്റ്റ് അജണ്ടകളും നടപ്പാക്കപ്പെടുന്ന ഇത്തരുടെ കപട മതേതരവാദികളുടെ വളരെ വികൃതമായ മുഖം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇത് വലിയൊരു അനുഗ്രഹമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിങ്ങളെ മാത്രമല്ല, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിങ്ങൾക്ക് മുഴുവനും ഇത്തരം ചർച്ചകൾ ഇഷ്ടപ്പെടുമോ എന്നത് വേറെ കാര്യമാണ്. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നതിന് സൗഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന മർമ്മപ്രധാനമായ ഹലാൽ ഹറാമുകൾ അത് ചർച്ചയ്ക്ക് വിധേയപ്പെടുക എന്ന് പറയുന്നത് ഇസ്ലാമിന് വൻ നേട്ടം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതൊരു സംശയം കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് എങ്ങനെ നോക്കിയാലും ഇസ്ലാമിന് അനുഗുണമായിട്ടേ വരൂ. കാരണം അത് പ്രവാചകന്റെ കാലത്ത് തന്നെ സംഭവിച്ചത്. പ്രവാചകനെതിരെയുള്ള ശക്തമായ നിലപാടുകളാണ് ഇസ്ലാമിനൊരു വലിയൊരു സാധ്യത തുറന്നു നൽകിയത്. അതൊരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. സത്യനിഷേധികളുടെ പ്രചണ്ഡമായ കുപ്രചാരണങ്ങളാണ് പ്രവാചകനെ ഏറ്റവും വലിയ പ്രശസ്തനാക്കി മാറ്റിയത്. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ഓരോന്നും പ്രശസ്തമായ ഒരവസ്ഥയിലേക്ക് ചർച്ചയ്ക്ക്
വിധേയപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ അനുഗ്രഹം എന്നാണ്. ചാനലുകൾ വിളിച്ചു പറയുന്നത് ഇവിടെ തോറ്റത് ആ പിഞ്ചോമനയല്ല, 13കാരിയായ ആ കുട്ടിയല്ല തോറ്റിരിക്കുന്നത് ഇന്ത്യൻ മതേതരത്വമാണ്, അതേപോലെ അർത്ഥത്തിലുമുള്ള ജനാധിപത്യമാണ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് കേരളത്തിന്റെ പൈതൃകമാണ് തോറ്റിരിക്കുന്നത്. അതേപോലെ ആ മാനേജ്മെന്റും അതുപോലുള്ള സ്ഥാപനങ്ങളുമാണ് ഇവിടെ വൻ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. കാരണം ഇതിനു വേണ്ടി പ്രതിരോധിക്കുവാൻ രംഗത്തിറങ്ങുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളല്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രമുഖർ പലരും ഇറങ്ങിയിട്ടേ ഇല്ല. അവർ മൗനം പാലിച്ചിരിക്കുന്ന രംഗമാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. മറിച്ച് സമുദായത്തിന് പുറത്തുള്ള ആളുകൾ, ചാനലുകളുമൊക്കെ ധാരാളമായി, അകത്തുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ധാരാളമായി ഇറങ്ങിയത് ഇതര സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇറങ്ങിക്കൊണ്ട് വസ്ത്രം പ്രത്യേകം അണിഞ്ഞുകൊണ്ട് ധരിച്ചുകൊണ്ട് തന്നെ അവർ ഇതിനെതിരെ പ്രതിരോധിക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് മീഡിയകളിൽ ധാരാളമായി കാണാൻ സാധിക്കുന്നു. ഒരു മന്ത്രി ആയിഷക്കുട്ടി എന്ന് വിളിച്ച ഒരു ചെറിയ പെൺകുട്ടി, ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഇവിടെ തട്ടമിട്ട ആരെങ്കിലും ഉണ്ടോ? സദസ്സിനോട് ചോദിക്കുകയാണ്. അത് വലിയ വൈറലായി മാറി. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ തട്ടം വാങ്ങി അണിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അണിയിച്ചുകൊണ്ട് ആ കുട്ടി ചോദിക്കുന്നു, ഈ തട്ടമിട്ടതിന്റെ പേരിൽ നിങ്ങൾക്ക് ആരെങ്കിലും എന്നെ കണ്ടിട്ട് ഭയം തോന്നുന്നുണ്ടോ എന്ന് തോന്നുകയാണ്. ആർക്കെങ്കിലും അങ്ങനെ ഭയം ചെറിയ കുട്ടിയാണ്, ആ കുട്ടി ചെറുതാണ് എന്നതാണ് അതിലെ കൗതുകം. വളരെ ചെറിയ കുട്ടി എന്നതാണ് അതിലേറ്റവും വലിയ കൗതുകം. ചാനലുകളൊക്കെ ആ കുട്ടിയെ അഭിമുഖം നടത്തിക്കൊണ്ട് എങ്ങനെയാണ് നീ പറഞ്ഞ വാക്കുകൾ ഇനിയും നിനക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുതിയ എഡിഷനുകൾ ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കാഴ്ചക്കല്ല പ്രശ്നം, നിങ്ങളുടെ കാഴ്ചപ്പാടിനാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞതിനോട് പ്രതികരിച്ചു. ഇത്രയെങ്കിലും ഞാൻ പ്രതികരിക്കുന്നില്ല എങ്കിൽ ഞാൻ എന്തിനാണ് ഈ പ്രസംഗിച്ചത് എന്ന് ചോദിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. വലിയ വലിയ പ്രാസംഗികരോട് അവർ ചോദിക്കുന്ന ചോദ്യവും കൂടിയാണ്. വലിയ വർത്തമാനം പറയുന്ന ആളുകൾ, നിങ്ങളൊക്കെ എന്തിനാണ് ഈ നാട്ടിൽ ചാനലുകളിലും മീഡിയകളിലും പ്രസംഗിച്ച് നടക്കുന്നത്? ഈ കുട്ടിയുടെ ഈ കാര്യത്തിൽ ഇത്രയെങ്കിലും ഒന്ന് പ്രതിരോധിക്കാൻ നിങ്ങൾ സന്നദ്ധമല്ല എങ്കിലുള്ള ചോദ്യം വലിയ വൈറലായി മാറുകയും ആ സ്കൂളിനെ തന്നെ അത് പ്രതിരോധത്തിലാക്കുകയും, ഞാൻ വ്യക്തമായി കേൾക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷെ കേട്ടു, ആ പെണ്ണ് അതില് മാപ്പ് ചോദിക്കാൻ തയ്യാറായിരിക്കുന്നു. ആ സ്ത്രീ, ആ സ്കൂളിൽ നേതൃത്വം കൊടുത്തിക്കൊണ്ടിരിക്കുന്ന വനിത മാപ്പ് ചോദിക്കുവാൻ തയ്യാറായിരിക്കുന്നത് കേൾക്കാൻ സാധിച്ചു. യാഥാർത്ഥ്യത്തെ കുറിച്ച് അറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ വ്യാപകമായ ചർച്ചക്ക്, ഇസ്ലാമിന് സമാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇസവുമില്ല, ഒരാശയവുമില്ല ഈ ലോകത്തുടനീളം. ഇസ്ലാം അത്രയും വലിയ ചർച്ചക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ ഹലാൽ ഹറാമുകൾ സമൂഹത്തെ പഠിപ്പിക്കുവാൻ ഞാനും നിങ്ങളും എന്തൊക്കെ സന്ദർഭങ്ങളുണ്ടോ ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മൾ ഇറങ്ങേണ്ടതുണ്ട്, നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെന്താണോ നമ്മൾ ചെയ്യാൻ സാധിക്കുക ഇത്തരം സന്ദർഭത്തിൽ? നോക്കൂ, നിങ്ങൾ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സത്യനിഷേധികളുടെ സമൂഹം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ജിഹാദ്, ഇസ്ലാമിന്റെ ഹിജാബ്, അതേപോലെ ഇസ്ലാമിന്റെ ഒരുപാട് കാര്യങ്ങളെ ചവിട്ടി ചതച്ചരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ നമുക്കൊന്ന് പ്രതിരോധിക്കുവാൻ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒന്ന് പ്രതിരോധിക്കുവാൻ സാധ്യമല്ലാതെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നാളെ വിചാരണയ്ക്ക് വരുമ്പോ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? വിശുദ്ധ ഖുർആൻ അതീവ ഗൗരവത്തിലാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ കാണാൻ ആഹ്വാനം ചെയ്യുന്നത്. അള്ളാഹു വളരെ ഗൗരവത്തിൽ വിശുദ്ധ ഖുർആൻ ഈ ഹിജാബുമായി ബന്ധപ്പെട്ട ആയത്ത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒരു സൂറത്താണ് സൂറത്തു നൂർ എന്ന് പറയുന്നത്. പ്രകാശം എന്നാണ് അതിന്റെ ആ അർത്ഥം. പ്രകാശമാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രകാശത്തിന് ആദ്യ ഭാഗം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതൊരു സൂറത്താണ്, ഇത് നാം ഇറക്കിയതാണ് എന്ന് പറഞ്ഞു. എല്ലാ സൂറത്തും അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹുവിൻ്റെതാണ് എല്ലാ സൂറത്തും. പക്ഷേ സൂറത്തു നൂർ തുടങ്ങുന്നത് സൂറത്തുൻ അൻസൽനാഹാ, ഈ സൂറത്ത് ഇറങ്ങിയിരിക്കുന്നത് നാമാണ്. അതേപോലെ ഫറദ്നാഹ, ഇത് ഫറദാക്കിയത്, നിയമമാക്കിയത് നാമാണ്. മാത്രമല്ല അൻസൽനാ ഫീഹാ, ഇത് നമ്മിൽ നിന്ന് ഇറങ്ങിയതാണ്. 3 തവണ നോക്കൂ നിങ്ങൾ, സൂറത്തുൻ അൻസൽനാഹ വ ഫറദ്നാഹ വ അൻസൽനാ ഫീഹാ എന്ന് 3 തവണ അല്ലാഹു ഇത് നമ്മിൽ നിന്നുള്ള, നമ്മുടെ വർത്തമാനമാണ്, നമ്മളുടെ ഹലാൽ ഹറാമുകളാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അത് ഏതെങ്കിലും നാട്ടുകാർ പറഞ്ഞ വർത്തമാനമല്ല, ഏതെങ്കിലും ഇസക്കാർ പറഞ്ഞതല്ല, ഏതെങ്കിലും കോടതിയോ മറ്റുള്ളവരോ പറഞ്ഞതല്ല. കോടതിയൊക്കെ പറയണത് കാണാൻ സാധിക്കും, ഹിജാബ് ഇസ്ലാമിന്റെ ഭാഗം തന്നെയല്ല.
മുസ്ലിം സമുദായം ഇടുന്ന തൊപ്പി പോലെയാണ്, ആണുങ്ങൾ ഇടുന്ന തൊപ്പി പോലെയാണ് എന്ത് മുസ്ലിം സ്ത്രീയുടെ വേഷവും എന്നാണ്. അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. കോടതികൾ വരെ അങ്ങനെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ അത് ഈമാൻ കാര്യത്തിലോ ഇസ്ലാം കാര്യത്തിൽ പെട്ടതല്ല. ഇത് പെട്ടതാണെന്ന് പറയാൻ, കൃത്യമായി പറഞ്ഞു കൊടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് അതീവ ഗൗരവത്തിൽ ഈ നിർദ്ദേശങ്ങളെ, ഞാൻ ഇനി സൂറത്തിൽ പറയാൻ പോകുന്ന നിർദ്ദേശങ്ങളെ നിങ്ങൾ അതീവ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് സൂറത്തുൻ അൻസൽനാഹ, നാം ഇറക്കിയതാണ് ഇത് എന്നും നാം നിയമമാക്കിയതാണ് ഇത് എന്നും ഇത് നമ്മിൽ നിന്നുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, എന്നിട്ട് അല്ലാഹു എന്താണ് പറയുന്നത്? വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ. ഇത് നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ മാർഗം, ഈ മാർഗദർശനങ്ങൾ കൃത്യവും സ്പഷ്ടവുമാകുന്നു കേട്ടോ, കൃത്യവും സ്പഷ്ടവുമാകുന്നു. നിങ്ങൾ ഉത്ഭുതരാകുന്നതിന് വേണ്ടിയിട്ടാണ്. ബോധം കെട്ട് കിടക്കുന്ന ജനതയെ നിങ്ങൾ ബോധോദയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എന്ന് പറഞ്ഞ് നേർക്ക് നേരെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലേക്കാണ് കടക്കുന്നത്. തൊട്ടടുത്ത ആയത്ത് അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്തു ജൽദ. വ്യഭിചാരിണിയെയും, വ്യഭിചാരി കുറെ ഉണ്ടായേക്കും, പക്ഷെ വ്യഭിചാരിണിയാണ് ആദ്യം പറയുന്നത്. വ്യഭിചാരിണി എന്ന് പറഞ്ഞാൽ പെണ്ണ് നിന്നു കൊടുക്കണല്ലോ, ആ അർത്ഥത്തിൽ നിന്നു കൊടുത്ത പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നതിനെ കുറിച്ചല്ല പറഞ്ഞു. വ്യഭിചാരിയെയും ഇവരിൽ ഓരോരുത്തരെയും നിങ്ങൾ 100 വീതം അടിക്കുക, 100 വീതം അടിക്കുക. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അവരോടുള്ള ദാക്ഷിണ്യം നിങ്ങളെ ബാധിച്ചു പോകരുത്. ഈ നിയമം നടപ്പാക്കുന്ന കാര്യത്തിൽ അവരോടുള്ള ദാക്ഷിണ്യം നിങ്ങളെ ബാധിക്കും. അതാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് തോന്നിവാസിക്കും, ഏത് ബലാത്സംഗ വീരനും വളരെ സുന്ദരമായി നല്ല ഭക്ഷണം കഴിച്ച് താമസിച്ച് വീണ്ടും വന്ന് അത്തരം തന്നെ പ്രവർത്തനം വീണ്ടും ആവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അല്ലാഹു വിചാരണ ചെയ്യപ്പെടുമ്പോ ഈ സമുദായം ഒന്നാം പ്രതികളാക്കപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും അങ്ങനെ ഇഷ്ടാനുസരണം, അതുപോലുള്ള ലിബറലിസവും പലതും പറഞ്ഞുകൊണ്ട് അങ്ങനെ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ വിഹരിക്കുവാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ അവരോടുള്ള ദാക്ഷിണ്യം അവരുടെ ശിക്ഷിക്കുന്നതിൽ നിന്ന്, എല്ലാ മതങ്ങളും പറഞ്ഞതാണ്, അവരുടെ ദാക്ഷിണ്യം അവർ ശിക്ഷിക്കുന്നതിൽ നിന്ന് നിങ്ങളെ പിന്തിരിച്ചു പോവരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ശിക്ഷ നിങ്ങൾ പ്രയോഗവൽക്കരിക്കണം. ഈ ശിക്ഷ നിങ്ങൾ ഗോവിന്ദസ്വാമിമാരെ അതുപോലുള്ള ആളുകളെ ഇവിടെ വിഹരിക്കാൻ വിടുന്ന അവസ്ഥ മാറ്റിയിട്ട് നിങ്ങൾ സുരക്ഷിതമായ ഒരവസ്ഥ സ്ത്രീ സമൂഹത്തിനും അതേപോലെ മൊത്തം ജനതയ്ക്കും ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിന്റെ നേതൃത്വം വിശ്വാസികളെ നിങ്ങളുടേതാണ്. നിങ്ങളാണ് ആ പണി ചെയ്യേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം അവകാശപ്പെടുന്ന മുഴുവൻ ആളുകളോടും ആവശ്യപ്പെടുകയും, എന്നിട്ട് എന്താണ് അത് നടപ്പാക്കുമ്പോൾ എന്താണ് നിങ്ങൾ സ്വീകരിക്കേണ്ട രീതി? വൽ യശ്ഹദു അദാബഹുമാ ത്വായിഫത്തും മിനൽ മുഅ്മിനീൻ. അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ഒരു പറ്റം സത്യവിശ്വാസികൾ അതിന് ദൃക്സാക്ഷികളായി ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കണമെന്നാണ്. അത് കാണണം. വിശ്വാസി സമൂഹം അതീവ ഗൗരവത്തോടുകൂടി അവർ രക്ഷപ്പെടുത്തണം. എല്ലാവരെയും കൊണ്ടുവന്ന് കാണിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇതിൽ പെട്ടുപോവാതിരിക്കാൻ വേണ്ടി ഈ ശിക്ഷ അത് കാണിക്കേണ്ടതുണ്ടെന്നാണ്. വിവാഹിതരാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടി പ്രകാരം, ഇസ്ലാമിന്റെ നടപടി പ്രകാരം എറിഞ്ഞുകൊല്ലലാണ്. അത് എറിഞ്ഞുകൊല്ലൽ ശിക്ഷയാണ് നടപ്പാക്കേണ്ടത്. മറ്റു മതങ്ങൾ ഇതിനേക്കാളും നിഷ്ഠൂരമായ ശിക്ഷകളാണ് മറ്റു മതങ്ങൾ മുഴുവനും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഇതിനേക്കാളും മൃഗീയമായ നിഷ്ഠൂരമായ ശിക്ഷകളാണ്. ജിഹാദ് എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ അബുല്ലാല മൗദൂദ് സാഹിബിന്റെ ജിഹാദ് എന്ന പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ അതിന്റെ രേഖകളും വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മറ്റു മതങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആ പർദ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും അത് വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, 2 ലോകത്തും സമാനതയില്ലാത്ത അപമാനകരമായ ഈ പ്രവർത്തനം ഈ ലോകത്ത് എറിഞ്ഞുകൊള്ളേണ്ടതാണ്. നാളെ പരലോകത്ത് അവരുടെ സ്ഥിതി എന്താണ്? അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു ദുരന്തത്തിലേക്കുള്ള പോകുന്നതിന്റെ കവാടം അടക്കുക എന്നതാണ് ഹിജാബ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്. ഹിജാബ് അതിനുള്ളതാണ്. ഇത്തരം ഒരു മഹാദുരന്തത്തിലേക്ക് മുസ്ലിം സമുദായത്തിന്റെ നമ്മളുടെ പിഞ്ചോമനകൾ പോകുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക, തടയുക. ഈ ലോകത്ത് തന്നെ എല്ലാ മനുഷ്യരും എറിഞ്ഞുകൊല്ലും. സ്വന്തം മകളെ വ്യഭിചരിച്ച ഒരുത്തനെ, അവിഹിത ഗർഭിണിയാക്കിയ ഒരുത്തനെ കണ്ടുകിട്ടിയാൽ ആ ഗോവിന്ദസ്വാമിയുടെ വിചാരത്തിനിരയായ ആ പെണ്ണിന്റെ അമ്മ പറയുകയാണ്,
എന്നെ ഒരിക്കലും മരിപ്പിക്കരുത്. അവന്റെ ദുരന്തം വളരെ ദുരിതപൂർണമായ അവന്റെ മരണം കണ്ടിട്ടില്ലാതെ എന്റെ ജീവനെ ദൈവേ നീ എടുക്കരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന എന്ന് അവൻ ജയിലിൽ ചാടിയപ്പോൾ മീഡിയയോട് അത് പറയുകയുണ്ടായി. അതൊരു മനുഷ്യന്റെ മനസ്സാ. എന്റെ മകളെ ഈ കോലത്തിൽ സ്വന്തം മകളെ ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ബാക്കിയുള്ളവരുടെ മക്കൾ നമ്മളുടേതല്ലല്ലോ, ആർക്കും എന്തും ചെയ്തോട്ടെ എന്ന ചിന്ത അത് വിവരക്കേടിൽ നിന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ വിവരം കെട്ടൊരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് എന്നാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കുട്ടികളെ മാത്രമല്ല സമൂഹത്തെ, മൊത്തം ലോകക്രമത്തെ, വിശ്വാസിനികളെ പ്രത്യേകിച്ച് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇസ്ലാമിലെ ഹിജാബ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ വിശ്വാസികൾ ഒരിക്കലും ഇതിൽ വീഴ്ച വരുത്തി പോകരുത് എന്നതുകൊണ്ട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അസാധാരണമായ സൂറത്താണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരംഭിക്കാനുള്ള കാരണം. മറ്റു സൂറത്തൊക്കെ എന്റേതാണെങ്കിലും ഇത് എന്റെ അസാധാരണമായ സൂറത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൽപ്പന പുറപ്പെടുവിക്കുവാനുള്ള കാരണം അതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നോക്ക്, നിങ്ങൾ പുരുഷന്മാരോട് പറയുകയാണ്. സൂറത്തുൻ നൂറിൽ ആദ്യം പുരുഷന്മാരോടാ പറയുന്നത്. വഖുല്ലിൽ മുഅ്മിനീന യഖുല്ലൂന മിൻ അബ്സാരിഹിം വയഹ്ഫദൂന ഫുറൂജഹും. പ്രവാചകൻ വിശ്വാസ സമൂഹത്തോട് പറയുക, അവർ അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ. അത് മൊബൈൽ ഉപയോഗിക്കുമ്പോഴൊക്കെ ബാധ്യതയാണ് കേട്ടോ, ബാധകമാണ്. മൊബൈൽ ഒറ്റക്ക് റൂമിൽ അടച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ ഉൾപ്പെടെ ബാധകമാണ്. അവരവരുടെ കണ്ണുകൾ, ദൃഷ്ടികൾ താഴ്ത്തിക്കൊള്ളട്ടെ. അവരുടെ ഗുഹ്യഭാഗങ്ങളെ അവർ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ദൃഷ്ടികൾ താഴ്ത്തുന്ന ഒരു അവസ്ഥയില്ലെങ്കിൽ മൃഗത്തെക്കാളും തരം താഴും. ആദ്യം മൊബൈലിലാണ് കാണുക വൃത്തികെട്ട കാഴ്ചകൾ. അന്യ സ്ത്രീയുടെ വളരെ മോശപ്പെട്ട ഭാഗങ്ങൾ വരെ കാണുന്നിടത്തേക്ക് മൃഗത്തെക്കാളും തരം താഴ്ന്നു പോകും. അത് അവസാനം എന്തായി മാറും? തന്റെ ഗുഹ്യഭാഗത്തെ സൂക്ഷിക്കാൻ സാധ്യമല്ലാതെ വരും. ഏറ്റവും വലിയ അമാനത്താണ് ഈ സദാചാരം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇന്ന അർദൽ അമാനത്തല സമാ, ആകാശഭൂമികൾ ഏറ്റെടുത്തില്ല എന്ന് പറയുന്ന അമാനത്ത് ഇതാണ്, ഈ അമാനത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. വിചാരിണി എറിഞ്ഞു കൊല്ലണം അവൻ വിവാഹിതനാണ് എങ്കിൽ. അതാണല്ലോ അവന്റെ കാരണം. അവനൊരു തന്തയില്ലാത്ത, അച്ഛനില്ലാത്ത, അല്ലെങ്കിൽ നോക്കാൻ ആളില്ലാത്ത, ഏറ്റെടുക്കാൻ ആളില്ലാത്ത ഒരു കുഞ്ഞിനെ ഈ ഭൂമുഖത്ത് ജനിപ്പിക്കാൻ കാരണക്കാരനായി മാറും അവൻ അതിന് വിട്ടുകളയരുത്. ഒരു കുട്ടി ജനിച്ചോ, നമ്മളിപ്പോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോ ഈ ബാംഗ്ലൂരിലൊക്കെ അഭിമാന ബോധത്തോടുകൂടി പറയുന്നത് എന്താണ്, നടക്കുന്നത് എന്തുകൊണ്ടാണ്, എന്റെ വാപ്പ എന്റേതാണെന്ന് പറയാൻ പറ്റും. നമുക്ക് അഡ്രസ് ഉണ്ട്, എന്റെ വാപ്പാന്റെ മോനാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ എന്റെ വാപ്പാന്റെ മോനാണെന്ന് പറയാൻ പറ്റാത്ത ഒരു ജന്മമായി ഒരുത്തനെ കിട്ടി നോക്കണം, അപ്പോഴേ അറിയുള്ളൂ അതിന്റെയൊക്കെ ഗൗരവം. എവിടെ പോയാൽ അവൻ ജീവിക്കും? അച്ഛന്റെ പേര് ചോദിച്ചാൽ എന്ത് പറയും? ആരുടെ പേര് പറയും? അമ്മയാണെങ്കിൽ അത് മിണ്ടിയിട്ടല്ല, പറയുന്നില്ല. അമ്മ പ്രസവിച്ചു വിട്ടേക്കും ചെയ്തു. അതുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നവനെ വെച്ചേക്കരുത് എന്ന് പറയുന്ന ഈ നിയമത്തെ അതിലേക്ക് വഴി തുറക്കുന്ന അപകടകരമായ അവസ്ഥ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് വിശ്വാസ സമൂഹത്തോട് പറയുക, അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊള്ളട്ടെ, അവരുടെ ഗുഹഭാഗങ്ങൾ അവർ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ദാലിക അസ്കാലഹും, ഇതാണ് അവർക്കുള്ള ഏറ്റവും മഹോന്നതമായ സംസ്കരണ വഴി, രക്ഷപ്പെടാനുള്ള, ശുദ്ധിയാവാനുള്ള ഏറ്റവും മഹോന്നതമായ വഴി ഇതാണ്. കണ്ണുകൾ താഴ്ത്തുവാൻ സന്നദ്ധമാവണമെന്നാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നു എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. മൊബൈൽ ഉപയോഗിക്കുമ്പോഴൊക്കെയുള്ള ഒരു ബോധം നിങ്ങൾ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഴത്തിൽ നിങ്ങളുടെയൊക്കെ കാഴ്ചയും കേൾവിയും ഒക്കെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് കൃത്യമായി സ്ത്രീകളുടെ ഹിജാബിനെ കുറിച്ച് നേരെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വഖുല്ലിൽ മുഅ്മിനാതി മിൻ അബ്സാരിഹിന്ന, വിശ്വാസിനികളായ സ്ത്രീകളോടും പറയുക, അവരുടെ കണ്ണുകളും താഴ്ത്തിക്കൊള്ളട്ടെ, അവരവരുടെ ദൃഷ്ടികളും താഴ്ത്തിക്കൊള്ളട്ടെ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, ഗുഹ്യഭാഗങ്ങൾ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ എന്നിട്ട് അതിനെന്താ അവർ ചെയ്യേണ്ട പണി? ഈ രക്ഷപ്പെടലിനുള്ള വഴി എന്താണ്? വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, അവരവരുടെ അലങ്കാരങ്ങൾ വെളിപ്പെടുത്താതിരിക്കണം. എന്നിട്ട് സ്വയം വെളിവായത് ഒഴിച്ച്, അതായത് മുഖവും മുൻകൈയും ഒഴികെ എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് പറയുന്നത്. സ്വയം വെളിവായതുണ്ട്, കണ്ണും മൂക്കും ഒക്കെ വെളിവായതാണ്. അതൊക്കെ മൂടിക്കഴിഞ്ഞാൽ ശ്വാസം കിട്ടില്ല, അല്ലെങ്കിൽ കാണാൻ കഴിയില്ല, അതേപോലെ വായ തുറക്കാൻ കഴിയാത്തൊരവസ്ഥ. അതുകൊണ്ട് സ്വയം വെളിവായതുണ്ട് കുറെ സംഗതികൾ, അതൊഴികെ. അതുകൊണ്ട് നിക്കാബ് ഇസ്ലാമിൽ ഇല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നതും അതാണ്. അല്ലാഹു ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്വയം വെളിവായത് പിന്നെ മൂടിക്കെട്ടി നടക്കേണ്ടതില്ല, അതിന്റെ അകത്ത് ആരാണെന്ന് പോലും തിരിയാത്തൊരവസ്ഥയും ഉണ്ടാവും. പല അപകടങ്ങൾക്കും അത് കാരണമായും എന്നതുകൊണ്ട് നിക്കാബ് അത്ര വേണ്ടപ്പെട്ടതല്ല. എന്നാൽ നിക്കാബ് അനിവാര്യമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരും നിക്കാബിന് ഉൾപ്പെടെ ഇത് ബാധകമാണ്. നിക്കാബ് ഉൾപ്പെടെ ആ സൗന്ദര്യം മുഖത്താണ് കിടക്കുന്നത് കൊണ്ട് ആ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതിനും ഇത് ബാധകമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഏതായാലും അത് ഫർളാണെന്ന് പറയുന്ന പണ്ഡിതന്മാരില്ല. അത് ഫർളാണെന്ന്
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖവും മുൻകൈയും ഒഴിച്ച് ഉള്ള സ്വയം വെളിവായത് ഒഴിച്ചുള്ള ഭാഗങ്ങൾ അവർ മറച്ചുകൊള്ളട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, വൽ യദ്രിബിന ബിഹുമിരിഹിന്ന അലാ ജുയൂബിഹിന്ന, ശിരോവസ്ത്രം തന്നെ, ശിരോവസ്ത്രം താഴ്ത്തിയിട്ട് മാറുകൾ മറക്കട്ടെ. ശിരോവസ്ത്രം എന്നുള്ളത് വേണമെന്ന് പറയണേ അല്ല, കാരണം അണ്ടർസ്റ്റുഡ് ആണ്. ശിരോവസ്ത്രം ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. എന്നിട്ട് ആ ശിരോവസ്ത്രം എന്ത് ചെയ്യണം? അവരുടെ ശിരോവസ്ത്രം അവർ മാറുകൾ മൂടുമാറ് താഴ്ത്തിയിടട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് കാണാൻ സാധിക്കും. യദ്രിബിന എന്ന് പറഞ്ഞാൽ അവർ താഴ്ത്തി ഇടട്ടെ, ബിഹുമുരിഹിന്ന എന്ന് പറഞ്ഞാൽ അവരുടെ ശിരോവസ്ത്രം, അവരുടെ ശിരോവസ്ത്രം അവർ താഴ്ത്തി ഇടട്ടെ, അലാ ജുയൂബിഹിന്ന അവരുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. ഇവിടെയാണ് നിഷേധിക്കപ്പെട്ടത്. നോക്കും നിങ്ങൾ, ഒരു കുട്ടി വിഷമിക്കാണ്, ഭയങ്കര വിഷമം ആ കുട്ടിക്ക്. അങ്ങനെ തന്നെ ആ കുട്ടി പറഞ്ഞത്, കുട്ടിക്ക് പോവാൻ വിഷമം. അങ്ങനെയാണത് ഇട്ട് ഈ സമയത്തെങ്കിലും എനിക്ക് ഇതിടാൻ പറ്റുമോ എന്ന് തോന്നിയ സമയത്ത് കുട്ടി ഇട്ടുപോയതാണ്. അത് അഴിക്കുന്ന രംഗം ആലോചിച്ച് നോക്ക്. സ്കൂൾ കവാടത്തിൽ വെച്ചിട്ടേ ഈ കുട്ടി ആ കുട്ടിയുടെ മാറിടവും ഒക്കെ കാണുന്ന രീതിയിൽ അത് അഴിച്ച് പോക്കറ്റിലിട്ട് വരുമ്പോ വല്ലാത്തൊരു അവസ്ഥ ആ കുട്ടി അനുഭവിക്കുന്നുണ്ട്. പഠിച്ചവനെ, ഇതെന്ത് പഠനമാണ്, ഇതിനെന്തായിരിക്കും എന്റെ പ്രതിഫലം എന്ന് ആലോചിച്ചിട്ടുണ്ട് ആ കുട്ടി. കാരണം അതിനേക്കാളും ചെറിയ കുട്ടിയാണ് ഈ ദീനിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നല്ല ഈമാനുള്ള, നല്ല ചുറുചുറുക്കുള്ള, ചുണയുള്ള മക്കളുണ്ട്. അതിൽപ്പെട്ട കുട്ടി തന്നെയാണ് എന്ന് ആ കുട്ടിയോട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ചാനലുകൾ അത് മറച്ചു വെക്കുകയാണ്. ഞാൻ ആ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഉടുതുണി വിരിയാണ്. ഉടുതുണിയിൽപ്പെട്ടതാണ് ശിരോവസ്ത്രം. ആ ഉടുതുണി വിരിഞ്ഞിട്ട് വേണം ആ ക്യാമ്പസിലേക്ക് കടക്കാൻ. ഇത് പറയുന്ന സ്ത്രീ തലയിൽ അത് ധരിച്ചിരിക്കുന്നു. എത്ര വൈരുദ്ധ്യമാണ്! എന്നിട്ട് ആർക്കും പ്രതിഷേധമില്ലേ, പ്രശ്നങ്ങളില്ലേ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നോക്കൂ, എന്തുകൊണ്ടാണ് ഈ പറയുന്നത്? വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് പരിസരത്തേക്ക് പോലും നിങ്ങൾ അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിശത്തൻ എന്ന് പറഞ്ഞ അല്ലാഹു ഏറ്റവും വെറുക്കപ്പെട്ടതാണ്, വളരെ വൃത്തികെട്ടതാണത്. ആ വൃത്തികെട്ട വഴിയിലേക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അടിച്ചുവിടരുത്. നോക്കൂ, നിങ്ങൾ നല്ല സൗന്ദര്യമുള്ള കുട്ടിയുടെ മാറിടം, അത് എത്ര വസ്ത്രം ധരിച്ചതാണെങ്കിലും ആ മാറിടം അത് ചില ആളുകളെയെങ്കിലും ആകർഷിച്ചേക്കും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പോലെ നല്ല ഈമാനുള്ള കുറെ ആളുകളൊക്കെ ഉണ്ടായേക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. അതിനേക്കാളും കവച്ചു വെക്കുന്ന ഒരു ഈമാൻ അവരുടെ അടുത്തുള്ളത് കൊണ്ട് അതൊരു പക്ഷേ വിഷയമാവില്ല എന്ന് വന്നാക്കാം. പക്ഷേ കേരളത്തിൽ അങ്ങനെയുള്ളവരല്ല, ഗോവിന്ദച്ചാമിമാരാണ്. വ്യാപകമായി ഗോവിന്ദച്ചാമിമാർ. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഇളക്കി വിടുക തന്നെ ചെയ്യും, ഇളക്കി വിടപ്പെടുന്നുണ്ട്. ഈ കുട്ടിയുടെ കൊലക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളുടെ അരുമ മകളെ, സ്വന്തം മകളെ മനസ്സിൽ കണ്ടിട്ട് വേണം ഇതൊക്കെ കേൾക്കാൻ. അള്ളാഹുവിന്റെ ആയത്തുകള്, സ്വന്തം മക്കളെ, സ്വന്തം പൊന്നുമോളെ, കരളിന്റെ കഷ്ണമെന്ന് എന്റെ ഫാത്തിമ എന്ന് റസൂല് പറഞ്ഞ സ്വന്തം ഫാത്തിമയെ അവൾ അവരുടെ മാറിടം ഓപ്പണാക്കിയിട്ട് വേണം കടക്കാനെന്ന് പറഞ്ഞതിൽ പ്രതിഷേധമില്ലേ? നമുക്ക് പ്രയാസമില്ലേ എങ്കിൽ നമ്മളുടെ ഈമാൻ നമ്മൾ പുനഃപരിശോധിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, പരിസരത്തേക്ക് പോലും നിങ്ങൾ എടുത്തു പോകരുത്, അതിന്റെ പരിസരത്തേക്ക് പോലും പറഞ്ഞയച്ചു പോകരുത്. ആ മാറിടം കാണുന്ന രീതിയിൽ മാറിടത്തിലേക്ക് താഴ്ത്തിയിടാൻ പറഞ്ഞ വസ്ത്രം അത് ഓപ്പണാക്കി ഇട്ടുകൊണ്ട് അതിന്റെ പരിസരത്തേക്ക് പോലും നിങ്ങൾ കടത്തിവിടരുത് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് റസൂൽ ശാസം പറഞ്ഞു, നിങ്ങൾ വ്യഭിചാരത്തിന്റെ പരിസരത്തേക്ക് പോലും അടുക്കരുത്, കാരണം അത്രയും വെറുക്കപ്പെട്ടതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതാണ് അതിലേറ്റവും ഗൗരവമുള്ള വിഷയം. പ്രവാചകൻ ഈ വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വതൂബൂ ഇലല്ലാഹി ജമീഅ, കേരളക്കാരെ, മൊത്തം ഇന്ത്യൻ ജനതയെ നിങ്ങൾ ഒന്നിച്ച് തൗബ ചെയ്യേ. ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ടായിട്ടും, ഇതുപോലെ സ്കൂളുകൾ ഉണ്ടായിട്ടും അതിലൊക്കെ ബോധവൽക്കരണം നടത്തി ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവിടെ മതേതരത്വത്തിന്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ അനുവാദം ഉൾപ്പെടെ കൊണ്ടുചെന്നുകൊണ്ട് നിങ്ങൾ അതിന് പ്രതികരിക്കുക. ഏറ്റവും നല്ല പ്രതികരണം തിന്മയെ തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ട്. നിങ്ങൾ തൗബ ചെയ്യേ. മാറിടത്തിലേക്ക് വസ്ത്രം താഴ്ത്തിയിടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിൽ, അതിലൊക്കെ തടസ്സപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ വതൂബൂ ഇലല്ലാഹി ജമീഅ, നിങ്ങൾ ഒന്നടങ്കം തൗബ ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അൽ മുഅ്മിനൂൻ, വിശ്വാസികളെ, വിശ്വാസമൂഹമേ, നിങ്ങൾ തൗബ ചെയ്യണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയം വരിച്ചേക്കാം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല, നിസാരപ്പെട്ട കാര്യവുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചാനലുകൾ എഴുന്നേറ്റുന്നത് ചോദിക്കുകയാണ്, ഇതിലെന്താ പ്രശ്നം? ഈ വാപ്പയെ തീവ്രവാദി എന്ന് പറയാം. ഈ കുട്ടിക്ക് വേണ്ടി മാറിടം ഒന്ന് മറക്കാനുള്ള അനുവാദം നിങ്ങൾ കൊടുക്കുവോ എന്ന് ചോദിച്ച ആ പിതാവിനെ ചൂണ്ടിക്കൊണ്ട് ചാനൽ ചർച്ചയിൽ ചില ആളുകൾ, ഗജവീരന്മാർ ചോദിക്കുകയാണ്, ഈ വാപ്പ തീവ്രവാദിയാണ്. എന്താ തീവ്രവാദി എന്ന് പറയാൻ കാരണം?
വിദ്യാഭ്യാസത്തെക്കാളും പ്രാധാന്യം മൂപ്പർക്ക് ഹിജാബിനാണ്. അതുകൊണ്ട് തീവ്രവാദിയും, മതതീവ്രവാദി, ഭീകരവാദിയും. അപ്പോ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തെക്കാളും പ്രാധാന്യം തന്നെയല്ലേ ഹിജാബ്? അല്ലേ? വിശ്വാസികളെ വിളിച്ച ചോദിക്കണം. നരകം ഇന്നല്ലെങ്കിൽ നാളെ നരകത്തിൽ പോയാലും വേണ്ടില്ല, അതിന്റെ അപ്പുറം ഒരു വിദ്യാഭ്യാസത്തെ കണ്ടാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അവൻ്റെത് പോയി. ഇതിനേക്കാളും വലുതാണ് വിദ്യാഭ്യാസം എന്ന് ഒരുത്തൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യ ആയത്ത് തന്നെ പോയി. അവന്റെ പഠനം നാഥനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ചർച്ചയ്ക്ക് വരേണ്ടതുണ്ട്. കുരങ്ങിൽ നിന്നാണ് കുട്ടി ഉണ്ടാവണമെന്ന് പഠിപ്പിക്കാൻ യാതൊരു മടിയില്ലാത്ത അധ്യാപകരുണ്ട്. അതൊക്കെ സാധാരണയല്ലേ, മതേതര ഇന്ത്യയല്ലേ? കുരങ്ങിൽ നിന്നാ കുട്ടികൾ ഉണ്ടായത്, മനുഷ്യന്മാരുണ്ടായത്. അപ്പൊ ആദം നബിയുടെ ചരിത്രം ഖുർആൻ പറഞ്ഞത് എവിടെയാണ്? വിദ്യാഭ്യാസ ക്രമം പുനഃപരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസിക്കേണ്ടത്. എന്നിട്ട് യഥാർത്ഥ മതവിശ്വാസത്തിലേക്ക്, എല്ലാ മതവിശ്വാസങ്ങളിലേക്കും അതിലുള്ള മൂല്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസിക്കേണ്ടത്. അതല്ലാത്ത ഇതൊക്കെ ഊരി വലിച്ചെറിഞ്ഞ് ഒരു വിദ്യാഭ്യാസമാണ് എങ്കിൽ ദുനിയാവിൽ പലതും കിട്ടിയേക്കും, പക്ഷേ പരലോകം, കഴിഞ്ഞ കുത്തുബകളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചു, ആരുടെയെങ്കിലും ഉദ്ദേശം ഇഹലോകമാണ് എങ്കിൽ അവനത് നൽകും, പക്ഷേ പരലോകത്തിൽ അവനൊരു വിഹിതം ഉണ്ടാവില്ല. എന്നാൽ ആരുടെയെങ്കിലും ഉദ്ദേശം ആഖിറമാണ് എങ്കിൽ അവന് ദുനിയാവാദ്യം കൊടുക്കും, അല്ലാഹു ആഖിറുമിനെ യഥേഷ്ടം കൊടുക്കും, ശാശ്വതമായ സ്വർഗവും കൊടുക്കും. ഇതാണ് ഇസ്ലാം വേർതിരിയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തെ എല്ലായിടത്തും കൊണ്ട് മാത്രമല്ല, ഈ കുട്ടി ഇങ്ങനെ പോയി, അങ്ങനെ അത് കണ്ടു, അങ്ങനെ ആകർഷകമായ ഒരു കുട്ടിയിൽ ആ കുട്ടി അഥവാ സാഹചര്യമാണല്ലോ മനുഷ്യനെ വഴിതെറ്റിക്കുന്നതും നന്നാക്കുന്നിടത്തും സാഹചര്യത്തിന് വല്ല പങ്കുണ്ട്. അതുകൊണ്ടാണ് നല്ല സ്ഥാപനത്തിൽ കൊണ്ടുപോയി നമ്മൾ ചേർക്കുന്നത്. സാഹചര്യത്തിനുള്ള പങ്കുണ്ട്. വഴിതെറ്റിക്കുന്നിടത്തും സാഹചര്യത്തിന് വല്ല പങ്കുണ്ട്. ഈ കുട്ടി ഒരു പ്രേമത്തില്, അന്യായമായ ഒരു പ്രേമത്തിൽ അകപ്പെട്ടാൽ തന്നെ എന്തായിരിക്കും അവസ്ഥ? ആ കുട്ടിയുടെ മാറിടം തുറന്നിടുന്നു. ആ മാറിടത്തിൽ ചില ചെക്കന്മാർ അങ്ങനെ എന്ത് ചെയ്തു? അവൻ നല്ല അഭിനയിക്കുന്നു, അഭിനയസിദ്ധിയുള്ളവനാണ്. അവന്റെ ഗുണകാംക്ഷയായി, അവന്റെ വീട്ടിലെ ഗുണകാംക്ഷയായി, വാപ്പന്റെ ഗുണകാംക്ഷയായി ചില സേവനങ്ങളൊക്കെ ചെയ്യുകയായി, കൂട്ടുകാരായി മാറി. ആ കൂട്ടുകെട്ട് പിന്നെ അവസാനം എന്തായി മാറി? അത് പ്രേമത്തിലകപ്പെട്ടു. കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അത് ചില വാക്കുകൾ ഈ കുട്ടീൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. ഞങ്ങളുടെ ഒരുപാട് കേസുണ്ട്. എൻ്റെ അടുത്തൊക്കെ വന്ന, ബാംഗ്ലൂർ തന്നെ വന്ന കേസുണ്ട്. വാക്ക് കൊടുത്തുപോയി. ആ വാക്ക് പിന്നെ പാലിക്കാൻ ഇവൻ ബാധ്യസ്ഥനായി മാറി. അവന്റെ വിശ്വാസം പിന്നെ അതിനാ പ്രേരിപ്പിക്കുന്നത്, അവളോട് പറഞ്ഞ വാക്ക് പാലിക്കണം. അങ്ങനെ അവസാനം എന്തായി മാറി? വിവാഹമല്ലാതെ, വിവാഹമാണെങ്കിലും ഇസ്ലാം സ്വീകരിക്കണമല്ലോ. ഇസ്ലാം സ്വീകരിച്ചാലേ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ, നിക്കാഹ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിക്കാഹും വേണ്ട എന്ന് പറഞ്ഞു പോകുന്നിടത്തേക്ക് അവന്റെ കൂടെയൊക്കെ പോയി ഒരുപാട് മക്കളുണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും വഴി തുറക്കരുത്. എന്തു വിശുദ്ധ ഖുർആൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ, വിവാഹത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടാൽ തന്നെ എത്ര ഗൗരവമുള്ളതാണ്. നിങ്ങൾ ബലിഷ്ഠമായ കരാർ എന്ന് വിനിയോഗിച്ച വിവാഹം, നിക്കാഹ് എന്ന കരാറിനെ വരെ ബാധിച്ചു കഴിഞ്ഞാൽ അതീവ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഈ ഗൗരവത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ വശം നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. ചില സന്ദർഭത്തിലൊക്കെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് ഇത്തരം ആയത്തുകളൊക്കെ പഠിച്ചെടുത്ത് ചില മെസ്സേജുകളൊക്കെ എഴുതിയുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ചില വോയിസുകളൊക്കെ ഇടാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രതികരിക്കുന്നിടത്ത് ഞാനുണ്ട്, എന്റെ കഴിവുകളുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.